നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ജപമാലയുടെ സമയത്ത് ഒരു അധ്യായമോ ഒരു ചെറിയ ഭാഗമോ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് വഹിക്കുക. ഇന്ന് ഇത്രയും ആളുകൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നു നിങ്ങൾ. അപ്പോൾ ഇതുപോലെ സാധിക്കുന്നത്ര ആളുകൾ, നിങ്ങൾക്ക് സ്കൂളുണ്ടാവാം, നിങ്ങൾക്ക് ജോലി ഉണ്ടാവാം. പക്ഷേ ഈ തിരക്കിനിടയിലും പോലും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ സമയം കണ്ടെത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. പ്രായോഗികമായിട്ട് കുമ്പസാരം എന്നുള്ളത് നമ്മളെല്ലാ ദിവസവും ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് കുമ്പസാരം കേൾക്കുന്നുണ്ട്. ആ കുമ്പസാരം എന്നുള്ളത് ഈ നോമ്പ് കാലത്ത് കൂടുതൽ നമുക്ക് കുമ്പസാരിക്കാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിത വിശുദ്ധീകരണത്തിന്, ആത്മവിശുദ്ധീകരണത്തിനായി, ജീവിത നവീകരണത്തിനായി കുമ്പസാരം എന്ന പ്രകാശ സ്വീകരിക്കുക. അത് കൊച്ചുകുട്ടികളും യുവതിവാഹന്മാരും മാതാപിതാക്കളും നമ്മളെല്ലാവരും. ഉപവാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, മാംസവർജനത്തെക്കുറിച്ച് പറഞ്ഞു, ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, ഡിജിറ്റൽ ഡിറ്റോക്സ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള ഉപകരണം അതിനെ നിയന്ത്രിക്കുക. കാരണം ഇങ്ങനെ ഇത് അമിതമായിട്ട് പോയാൽ ദൈവത്തെ കേൾക്കാനോ ദൈവിക കാര്യങ്ങൾ ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അതൊരു സാധാരണ കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു നിയന്ത്രണം, ഡിജിറ്റൽ ഫാസ്റ്റിംഗ്, ഡിജിറ്റൽ ഡിറ്റോക്സ്, ഈ ഒരു നോമ്പ് കാലത്ത് നമ്മൾ ബോധപൂർവമായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും ഇവിടെ ഈ പള്ളിയിൽ സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്നതിന് മുൻപ്, ജോലിക്ക് ശേഷം, ഇടസമയത്തൊക്കെ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാൻ പറ്റും. അതിനേക്കാളൊക്കെ കൂടുതൽ വീട്ടിലെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും കുടുംബ ജീവിതത്തിൻ്റെയും പരാജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ കുറവ്. ദൈവസ്വരം കേൾക്കാതെ പോകുന്നതിൻ്റെ കുറവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവങ്ങളുടെ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ വ്യാപൃതരാകുന്നു. ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ ബന്ധപ്പെട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവങ്ങളുടെ അടിസ്ഥാനം നമ്മൾ വിട്ടുകളയുക. ദൈവത്തിന് എന്തോ നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയാനുണ്ട്, ദൈവത്തിന് എന്തോ നമ്മുടെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് പറയാനുണ്ട്, ദൈവത്തിന് എന്തോ നമ്മുടെ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് പറയാനുണ്ട്. ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴല്ലേ നമുക്കത് കേൾക്കാൻ കഴിയുക. എല്ലാവർക്കും ഈ നോമ്പ് കാലത്ത് ദൈവത്തിൻ്റെ സ്വരം നിശബ്ദമായി കേൾക്കണം. അവിടുന്ന് പലതും നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നു. തിരുത്തണം, ശരിയല്ല, നന്നാകണം, നന്മ ചെയ്യണം, തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചു പോകുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കണം. ദൈവം പറയുന്നു, നമ്മുടെ മനസ്സാക്ഷിയോട് പറയും. ആ മനസ്സാക്ഷിയുടെ സ്വരം നമുക്ക് കേൾക്കാം. കൂടുതൽ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, തെറ്റുകൾ നമുക്ക് തിരുത്താം. വിഭൂതിയുടെ കർമ്മത്തിലെ ആദ്യത്തെ പ്രാർത്ഥന, കാർമികൻ പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന ഇതാണ്: അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്ക് ഞങ്ങൾ നയിക്കട്ടെ. ഇതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. അനുതാപം, മാനസാന്തരം, ജീവിത നവീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വിഭൂതിയുടെ കർമ്മം ആരംഭിച്ചത്. ഭാവിയിൽ തുടർന്നുള്ള പ്രാർത്ഥന, ഭാവിയിൽ പരിശുദ്ധരായി ജീവിച്ച് ഇളമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി ഈ ബലിയർപ്പിക്കാനുള്ള പ്രവചനം. അപ്പോൾ ഭാവിയിൽ ഈ നോമ്പ് കാലത്ത് പരിശുദ്ധരായി ജീവിക്കാനാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് വിശുദ്ധിയാണല്ലോ. പരിശുദ്ധരായി ജീവിച്ച് എളിമ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അഹങ്കാരികളായിട്ടുണ്ട്. എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി ബലിയർപ്പിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ആരംഭിച്ചതാണ് നോമ്പുകാലം. എല്ലാവർക്കും നമ്മളെ തന്നെ വിലയിരുത്തി നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കേണ്ടത് എന്നെക്കുറിച്ച്, എൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ച്, എൻ്റെ തെറ്റിനെക്കുറിച്ച്, ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച്, ഞാൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച്,
ഞാൻ ഡിജിറ്റൽ ഡീറ്റോക്സിനെ കുറിച്ച്, ഡിജിറ്റൽ ഫാസ്റ്റിനെ കുറിച്ച്, ഞാൻ ഉപവസിക്കേണ്ടതിനെ കുറിച്ച്, ഞാൻ പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച്, ഞാൻ ദാനധർമ്മം ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാനാണ് ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കുക. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്നത് നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണമെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാതെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാനും എന്നോട് തന്നെ ഉപദേശിക്കാനുമുള്ള ഒരു കാലമായി പ്രിയമുള്ളവരെ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഞാനും എടുക്കേണ്ട ഒരു സമയമാണ് കാലം. ഈ ലോകം വളരെയേറെ മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കേണ്ട ആളുകൾ നിങ്ങളിലൂടെയും എന്നിലൂടെയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ 2026 വലിയ നോമ്പ് നമ്മുടെ ഹൃദയ നവീകരണത്തിനും സഭാമക്കളുടെ വിശുദ്ധീകരണത്തിനും കാരണമാകട്ടെ. നമുക്ക് എല്ലാവർക്കും അതിനായിട്ട് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം.